ഹായ് ഹലോ, ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ഹോം ബേക്കേഴ്സിൻ്റെ ഇടയിൽ ഫേമസ് ആയിട്ടുള്ളൊരു കേക്കാണ് മാത്യൂസ് കേക്ക്. അപ്പോൾ ഇതൊരു ഹോം മെയ്ഡ് കേക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അതായത് അതിന് നോർമലി സ്പഞ്ചാണെന്ന് തോന്നുമെങ്കിലും പക്ഷേ നോർമൽ സ്പഞ്ചല്ല. അതുപോലെ തന്നെ മുകളിലായിട്ട് ബട്ടറൈസിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് കണ്ടു നോക്കാം. ഫസ്റ്റ് നമുക്കിവിടെ വേണ്ടത് ഫ്ലോറാണ്. ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഫ്ലോർ. പിന്നെ അതിലേക്ക് 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡാർക്ക് കൊക്കോ പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ലൈറ്റാണെന്നുണ്ടെങ്കിൽ ഒരു 3 കൊക്കോ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ, 3 ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. 2 പ്രാവശ്യമൊക്കെ അരിക്കണം എന്നുണ്ടെങ്കിൽ അരിക്കാട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ കൊക്കോ പൗഡർ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം നല്ല ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലൈറ്റ് ഷെയ്ഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡറിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. അളവ് കൂട്ടി കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലോറിൻ്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ടീസ്പൂണ് ഫ്ലോർ മാറ്റിയതിൻ്റെ ശേഷം വേണം കൊക്കോ പൗഡറിൻ്റെ അളവ് കൂട്ടി കൊടുക്കാനായിട്ടോ. ഇനി നമുക്ക് ഈ എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 എഗ്ഗാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മിക്സിയിലല്ല കേട്ടോ, മിക്സിയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യാം. അല്ല ബീറ്റർ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പൊടിക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് വൈറ്റ് കളറാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വൈറ്റ് കളറിൽ ആവണ വരെ നമ്മളിതിനെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇത് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ കേടാണ് ചേർക്കേണ്ടത്. അത് പുളി ഇല്ലാത്ത തൈരാണ് ചേർക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ തണുപ്പും പാടില്ല. ഇപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യണത് ഒന്നിനും തണുപ്പ് പാടില്ല കേട്ടോ. അങ്ങനെ 2.5 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതെല്ലാ ഭാഗത്തൊന്നും മിക്സ് ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതിയെ. അങ്ങനെ അത് മിക്സ് ആയതിൻ്റെ ശേഷം ഇതിലേക്ക് 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ അതിലേക്ക് ചേർക്കേണ്ടത്. കാരണം നമ്മൾ ഓൾറെഡി സോൾട്ട് ചേർത്തിട്ടാണ് ഫ്ലോർ അരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടർ കൂടി സോൾട്ടഡ് ആകുമ്പോൾ ഒരുപാട് ഉപ്പ് ടേസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇതിൽ അൺസാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ബട്ടർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കൂടുതൽ ടൈം ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ ഒരു പിരിഞ്ഞ അവസ്ഥയിൽ വരും കേട്ടോ. അങ്ങനെ വന്നു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ബീറ്റ് ചെയ്ത് അതൊന്ന് മിക്സായി കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിലേക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സ്പീഡ് 1-ലിട്ടിട്ടേ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ കുറേശ്ശെ ഫ്ലോർ ഇട്ടിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്ലോറെല്ലാം അതിലിട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു ഒരു തിക്കായിട്ടുള്ള ആ ഒരു ബാറ്ററാണ് കിട്ടിയിട്ടുള്ളത്. അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കണം. ഒരുപാട് ലൂസാവരുത്, എന്നാലോ ഒരുപാട് തിക്കാവും ചെയ്യരുത്. അപ്പോൾ 1/4 കപ്പ് പാലാണ് കേട്ടോ ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു തിക്നെസ്സിൽ ഓവർ ലൂസാവില്ല, എന്നാലോ നല്ല തിക്കാവില്ല. ആ രൂപത്തിലായി വരും കേട്ടോ. ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് 1/4 കപ്പാണ് കേട്ടോ. ടോട്ടൽ 1/4 കപ്പാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആ എഗ്ഗിൻ്റെ സൈസിനൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ബാറ്റർ എന്താ പറയുക ആവാനും ലൂസാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊരു ലൂസിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു തിക്നെസ്സിലാണ് ബാറ്ററിനെ കിട്ടേണ്ടത്. ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ ഒരു ബേക്കിംഗ് ടിന്നിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്
6 ഇഞ്ചിലുള്ള സ്ക്വയർ പാനാണ് കേട്ടോ. ഇതിൽ തന്നെ ലോഫ് പാൻ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. സ്ക്വയർ പാൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് 6 ഇഞ്ചാണ് കേട്ടോ ടിന്ന് വന്നിട്ടുള്ളത്. 1/2 kg അല്ലേ സൈസ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്ര മതി. അതിൻ്റെ ഒരു കാൽ ഭാഗമാണ് ബാറ്റർ ഒഴിച്ചിട്ടുള്ളത്. ഇത് ഓവർ ഹൈറ്റിലൊന്നും വരില്ല കേട്ടോ. ഞാനതിനെ 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റാണ് ബേക്കിംഗ് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ മുകൾക്കായിട്ട് ഫ്രോസ്റ്റിംഗ് ആണ് വരുന്നത്, ബട്ടറൈസിങ് ആണ് കൊടുക്കണം കേട്ടോ. അപ്പോൾ നോർമൽ എന്താ പറയുക ബട്ടറിനെ എടുത്തു. സോൾട്ടഡ് ആണെന്നുണ്ടെങ്കിൽ സോൾട്ട് ചേർക്കണ്ട, അൺസോൾട്ടഡ് ആണെങ്കിൽ സോൾട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബട്ടർ റൂം ടെമ്പറേച്ചറിൽ തന്നെയായിരുന്നു. ഇതും 50 ഗ്രാം ബട്ടറാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് സോഫ്റ്റ് ആക്കുക. അതിൻ്റെ ശേഷം മാത്രം നമ്മൾ ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കുക. പഞ്ചസാര പൊടിച്ചതല്ല കേട്ടോ അതിൽ ചേർക്കേണ്ടത്, ഐസിങ് ഷുഗർ തന്നെ ചേർക്കണം. എന്നാലേ ആ കറക്റ്റ് അതിൻ്റെ ആ ഒരു ബട്ടറൈസിങ്ങിൻ്റെ ആ ഒരു ഇതായിട്ട് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഈ ഐസിങ് ഷുഗർ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തിട്ട് നല്ല വൈറ്റ് കളറായി വരുന്ന വരെ. ഇപ്പോൾ ഇങ്ങനെ ബീറ്റ് ചെയ്യണ സമയത്ത് പൊട്ടി പൊട്ടി വരുന്ന രീതിയിലാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും ബീറ്റ് ചെയ്യണ സമയത്ത്. അപ്പോൾ ആ ഗ്യാപ്പെല്ലാം പോയിട്ട് നല്ല സോഫ്റ്റായിട്ട്, നല്ല എന്താ പറയുക, നല്ല ഫ്ലഫി ആയിട്ട് വരുന്ന രീതിയിൽ വരും. അതുവരെ നമ്മളിതിനെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മുകളിൽ കയറി വരുന്നതൊക്കെ സ്പാച്ചിൽ വെച്ച് താഴോട്ടാക്കിയിട്ട് വീണ്ടും വീണ്ടും ബീറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നല്ല തിക്കായിട്ട് നല്ല വൈറ്റ് കളറിൽ ഈ ഒരു ക്രീം കിട്ടും. അതാണ് ബട്ടറൈസിങ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം ആവണം. ആ ഒരു യെല്ലോയിഷ് കളറൊക്കെ മാറിയിട്ട് നല്ലൊരു വൈറ്റ് ഷെയ്ഡായിട്ട് വരും. ഇതിങ്ങനെ ബീറ്റ് ചെയ്യണ സമയത്തായിട്ട് തന്നെ വാനില എസെൻസ് 1/2 ടീസ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ചേർത്തില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ സ്മെല്ലും വരും, അത്ര തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ നിർബന്ധമായിട്ട് ചേർക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഈ ഒരു ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കേക്കിന് ഐസിങ് ചെയ്യണത്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതായത് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടാറണം. നല്ലോണം ചൂടാറിയാൽ മാത്രമേ ഈ ഒരു ബട്ടറൈസിങ് മുകളിൽ കൊടുക്കാൻ കഴിയുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് ചൂടാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ആയതുകൊണ്ട് തന്നെ എന്തായാലും ആ ഒരു ഐസിങ് നമ്മൾ ചെയ്തു വെച്ചതൊക്കെ മെൽറ്റായി പോകും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് ചൂടാറി കിട്ടണം. അങ്ങനെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാട്ടോ, കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ഒരു മോയിസ്റ്റി ആയിട്ട് നല്ല സ്മെല്ലാണ്. പ്രത്യേകിച്ച് ഇതിന് ആ ഒരു ബേക്കിംഗ് ടൈമിൽ നല്ലൊരു സ്മെല്ലാണ് വന്നിട്ടുണ്ടായിരുന്നത് ബേക്കായി കഴിഞ്ഞതിൻ്റെ ശേഷം. അപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡറാണ് കേട്ടോ ഇത് ചെയ്യാൻ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. ലൈറ്റ് ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പഞ്ചും തന്നെ ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കിട്ടുക. ഇപ്പോൾ ഇതിങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സ്മെല്ലാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നന്നായിട്ട് കേക്ക് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു ഐസിങ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി നല്ലപോലെ ആ ഒരു ഐസിങ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഈ ഒരു ക്രീമിനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിയും. പിന്നെ ഓവർ തിക്കായിട്ട് നമ്മൾ ഫ്രോസ്റ്റിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു എന്താ പറയുക, നല്ല തിക്കുമല്ല എന്നാലോ തിന്നാവും ചെയ്യരുത്, ആ രീതിയിലുള്ള ഫ്രോസ്റ്റിങ് കൊടുത്താൽ മതിയേ. എല്ലാ ഭാഗത്തും നല്ല ഫിനിഷിങ്ങിൽ ഒന്നാക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ല ഫിനിഷിങ് ആക്കി നമ്മളിപ്പോൾ എന്താ പറയുക കൊടുക്കുന്ന ടൈം ഒരു കസ്റ്റമറിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇതിങ്ങനെ ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തന്നെ റാപ്പ് ചെയ്യണം കേട്ടോ. ഈ സ്പഞ്ച് ഹാർഡാവാൻ പാടില്ല. കസ്റ്റമറിന് കൊടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കണതിൻ്റെ ഒരു 1/2 hour മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് വെച്ചതിൻ്റെ ശേഷം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയണം. എന്നാലേ ആ ഒരു ടെക്സ്ചറൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഞാൻ ആ ഒരു ഡെക്കറേഷനും കൂടി കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇനി സൈഡെല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്രോസ്റ്റിങ്ങിനൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ജസ്റ്റ് ഒന്ന് നീറ്റാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ ഞാനിതിനൊന്ന് കട്ട് ചെയ്യാൻ അപ്പം തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊന്ന് ഫ്രീസറിൽ ഒരു 5 minute വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ട് കട്ട് ചെയ്യണത്. അപ്പോൾ ആ ഒരു ക്രീമെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ടാവും. സമയത്ത് ശ്രദ്ധിക്കേണ്ട, സ്പഞ്ച് ഓവറായിട്ട് തണുപ്പാവരുത്. ബട്ടർ യൂസ് ചെയ്തിട്ടുള്ള സ്പഞ്ച് ആകുമ്പോൾ ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. പിന്നെ ക്രംസ് ഒന്നും വരാത്ത രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അതായത് നൈഫുമ്മ ക്രംസ് വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും കട്ട് ചെയ്യാം.
ഇപ്പോൾ ഇതാണ് കേട്ടോ കേക്ക് വന്നിട്ടുള്ളത്. ടോപ്പ് ഭാഗം കുറച്ചൊന്നിങ്ങനെ പൊങ്ങി വന്നതുകൊണ്ട് തന്നെ ഞാൻ കമിഴ്ത്തിയിട്ടിട്ടാണ് ഐസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് താഴെ ഭാഗം ലെവലല്ലാത്തത് കേട്ടോ. അപ്പോൾ നല്ല ഉള്ളിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച്, ഒരു കേക്കി ടെക്സ്ചർ അല്ല, ഒരു ബ്രൗണി ടെക്സ്ചർ. നമുക്കിപ്പോൾ കേക്കി ബ്രൗണി ഇല്ലേ, ആ ഒരു ടെക്സ്ചറാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ബ്രൗണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ആ ഒരു വെറ്റായ രീതിയിലല്ല, അത്ര അല്ലാതെ ഒരു കേക്കി ബ്രൗണി ആ ഒരു ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് തണുപ്പോട് കൂടി കഴിക്കുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടി ബെറ്ററായിട്ട് തോന്നിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഐസിങ് ചെയ്തിട്ട് ഒരുപാട് ഫിനിഷിങ് ആക്കി എടുക്കണ്ടേ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ചെയ്യേണ്ട കേക്കൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാലും എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ റെസിപ്പി, പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. താങ്ക്